നമ്മുടെ പ്രിയങ്കരിയായ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MP ഷൈനി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. സഖാവ് ഏറെ ദൂരത്തു നിന്ന് നമ്മളോടൊപ്പം പങ്കുചേരാനും ഇവിടെയുള്ള വോട്ടർമാരെ കാണാനും ഈ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കാളിയാകാനും വേണ്ടിയാണ് സഖാവ് MP ഷൈനി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. സഖാവിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ടതില്ല. നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗമായി നമ്മളോടൊപ്പം നടന്ന് ജനപ്രതിനിധിയായി സേവനമനുഷ്ഠിച്ച സഖാവാണ് സഖാവ് MP ഷൈനി. വളരെ ചെറിയ പ്രായത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി മാറുകയും നിരവധിയായ പോലീസ് മർദ്ദനങ്ങളേറ്റ് അസ്ഥിയൊടിഞ്ഞ് രക്തം ചീന്തി നമ്മുടെ ജയിലിൽ കഴിയേണ്ടി വന്ന ജയിൽവാസം അനുഭവിക്കേണ്ടി വന്ന ധീര വനിതയാണ്. അന്നത്തെ ആ കുട്ടിയാണ് ഇന്ന് നമ്മുടെ സ്ഥാനാർത്ഥിയായി നമ്മുടെ മുൻപിൽ നമ്മളോടൊപ്പം ഉള്ളത്. അഡ്വക്കേറ്റ് MP ഷൈനി വിപ്ലവകാരിയാണ്, പോരാളിയാണ്. അങ്ങനെ ഒരു പോരാളിയാണ് നമ്മുടെ വൈപ്പിൻകരയിൽ നിന്ന് മത്സരിക്കുന്നത്. തീർച്ചയായും ഒരു സ്ത്രീ സ്ഥാനാർത്ഥി ആദ്യമായി വൈപ്പിൻകരയിൽ നിന്ന് മത്സരിക്കുന്നത്, ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPIM-ന്റെ വൈപ്പിൻ ഏരിയ കമ്മിറ്റി അംഗവും ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് MP ഷൈനിയാണ്. വൈപ്പിൻകരയിലെ ആദ്യത്തെ വനിതാ സ്ഥാനാർത്ഥി എന്നത് ഏറെ അഭിമാനത്തോടെ നമുക്ക് പറയാൻ കഴിയും. നമ്മളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സഖാവ് MP ഷൈനിയെ ഏറെ ആദരവോടെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഏറെ ബഹുമാന്യരും എൻ്റെ ഗുരുജനങ്ങളും എല്ലാം ഉൾപ്പെടുന്ന പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇവിടെ മാഷ് സൂചിപ്പിച്ച പോലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വലിയ പ്രസക്തിയാണ് ഈ നാട്ടിനകത്തുള്ളത്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തോടൊപ്പം തന്നെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ജനക്ഷേമ സാമൂഹ്യ പദ്ധതികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ നയം. നാളിതുവരെയുള്ള ഇടതുപക്ഷ സർക്കാരുകളെല്ലാം ആ നയം തന്നെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. നാട് നടുവൊടിഞ്ഞു നിൽക്കുമ്പോൾ, തകർന്നു നിൽക്കുമ്പോൾ നയിക്കാൻ ഞങ്ങളുണ്ട് എന്ന് ചങ്കൂറ്റത്തോടെ പറയാൻ ഇന്ന് ഈ നാട്ടിൽ ഒരേ ഒരു പ്രസ്ഥാനമേ ഉള്ളൂ, അത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ആ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. ആ പുതിയ ചുമതല നിറവേറ്റാൻ എനിക്ക് ധൈര്യം നൽകുന്നത് യാതൊരു സംശയവും വേണ്ട, വൈപ്പിൻകരയിലെ ഇടതുപക്ഷത്തിന്റെ സഖാക്കളാണ്, സുഹൃത്തുക്കളാണ്, ഇടതുപക്ഷ മനസ്സുള്ള നമ്മുടെ നാട്ടുകാരാണ്. ആ നാട്ടുകാർ ഇന്നേ വരെ ഇടതുപക്ഷത്തോടൊപ്പം തന്നെയാണ് ചേർന്ന് നിന്നിട്ടുള്ളത്. എക്കാലവും ഇടതുപക്ഷ മനസ്സ് കാത്തുസൂക്ഷിച്ചിട്ടുള്ള ഈ വൈപ്പിൻകരയുടെ മണ്ണ്, ഈ വൈപ്പിൻ മണ്ഡലത്തിന്റെ മനസ്സ് അതെക്കാലവും ഇടതുപക്ഷത്തോടൊപ്പമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അങ്ങനെ തന്നെ മുന്നോട്ട് പോകുന്നതിനിടയിൽ നമ്മളെ തകർക്കാൻ, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ അസത്യ പ്രചരണങ്ങളുമായി, അപവാദ പ്രചരണങ്ങളുമായി മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ആരെങ്കിലുമൊക്കെ കടന്നു വരികയാണെങ്കിൽ അതിനെ തകർത്തെറിയാൻ വേണ്ടി കഴിയുന്ന ശക്തിയാണ് നമ്മുടെ കൈകളിലെല്ലാം ഉള്ളത്. അത് നമ്മുടെ നാവാണ്. ആ നാവ് ഉപയോഗിച്ച് ഇടതുപക്ഷത്തിന് കരുത്തു പകരാൻ പ്രിയമുള്ളവരെല്ലാവരും ഒന്നായി ചേർന്നു നിൽക്കണമെന്നും എല്ലാവരും സ്ഥാനാർത്ഥികളാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇടതുപക്ഷത്തിന്റെ ഒരു പ്രതിനിധി ഒരാൾ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെ പ്രവർത്തകർ മുഴുവൻ സ്ഥാനാർത്ഥികളായി മാറുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായി മാറുകയാണ്. നമ്മളെല്ലാവരും സ്ഥാനാർത്ഥികളായി മാറുമ്പോൾ ഈ നാടിന്റെ മുഴുവൻ വോട്ടും ആ ഇടതുപക്ഷത്തിന് ഒത്തുചേർന്നു വരാൻ കിട്ടുന്നതിനു വേണ്ടി നമുക്കൊറ്റക്കെട്ടായി മുന്നോട്ട് പോകാം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ കരങ്ങൾക്ക് ശക്തി പകരാൻ നമുക്ക് കഴിയണം എന്ന് മാത്രം ഈ അവസരത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഇടതുപക്ഷം ഏൽപ്പിച്ചിട്ടുള്ള ചുമതല ഭംഗിയായി നിറവേറ്റാൻ വേണ്ടി എന്നെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വോട്ടുകൾ ചെയ്ത് വിജയിപ്പിക്കാൻ ആവശ്യമായ ഇടപെടൽ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുകയാണ്. ഈ ചെറായിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഇടതുപക്ഷം ഏൽപ്പിക്കുന്ന ഈ പുതിയ ചുമതല, ആ ചുമതല സധൈര്യം നിങ്ങൾ നൽകുന്ന ധൈര്യത്തിന്റെ പുറത്ത് ഏറ്റെടുക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും അഭിവാദ്യങ്ങൾ.